Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 2023-24 അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. 78.69% രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OV നാരായണൻ അനുസ്മരണ സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു. LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. റോഡരികിലെ കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞ് മരങ്ങൾ റോഡിലേക്ക് വീഴാനായ നിലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. കടന്നപ്പള്ളി പുത്തൂർ കുന്നിലാണ് അപകടാവസ്ഥയിലായ മരങ്ങളും ഇളകിയ നിലയിൽ മൺതിട്ടയുമുള്ളത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 2023-24 അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. 78.69% രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. പയ്യന്നൂർ സബ് ജില്ലയിൽ മികച്ച വിജയം. 2023-24 അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. 78.69% രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. 3,73,755 പേരാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. ഇതിൽ 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം 82.95% പ്ലസ് ടു പരീക്ഷയിലെ വിജയം. മുൻ വർഷത്തേക്കാൾ വിജയശതമാനം ഇത്തവണ കുറഞ്ഞു. 4.26% കുറവാണ് ഇത്തവണയുണ്ടായത്. പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ 84.84% വിജയം. ഹ്യൂമാനിറ്റീസ് വിഭാഗം 67.09% വിജയം. കൊമേഴ്സ് വിഭാഗത്തിൽ 76.11% വിജയശതമാനം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ എയ്ഡ് ക്ലിനിക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഹായം സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനമാണ് നിയമസഹായ ക്ലിനിക്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ ആതുര സേവനം നടത്തുന്നതുപോലെ നിയമസഹായ ക്ലിനിക്കിൽ അഭിഭാഷകൻ ഏറ്റവും അടിത്തട്ടിൽ നിയമസഹായം നൽകി വരുന്നു. നിയമസഹായ ക്ലിനിക്കിന്റെ പരിധിയിലെ ചെറിയ തർക്കങ്ങൾ കോടതി വ്യവഹാരത്തിലേക്ക് നീങ്ങുന്നത് തടഞ്ഞ് അതിന്റെ ആരംഭതലത്തിൽ തന്നെ പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ നിയമസഹായ ക്ലിനിക്കുകൾക്ക് സാധിക്കും. ക്ലിനിക് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് നമുക്കറിയാം പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഭാഗമായി വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ സാക്ഷികളായി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല രൂപത്തിൽ പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പോലീസ് എയ്ഡ് പോസ്റ്റ് നമ്മൾ അടുത്ത കാലത്താണ് ഇവിടെ തുടങ്ങിയത്. കാരണം നേരത്തെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പല കേസുകളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റ് നമുക്ക് മെഡിക്കൽ കോളേജിനകത്ത് തന്നെ വിപുലമായി തുടങ്ങാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഒരു നിയമസഹായ കേന്ദ്രം എന്ന നിലയിലേക്ക് ഒരു സംവിധാനം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നതോടുകൂടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK പ്രേമലത അധ്യക്ഷത വഹിച്ചു. സബ് ജഡ്ജ് വിൻസി ആൻഡ് പീറ്റർ ജോസഫ് മുഖ്യാതിഥിയായി.
സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഇ കെ ഷിജു, അഡ്വക്കേറ്റ് കെ സുകുമാരൻ, ഡോക്ടർ എച്ച് ജി സുഹാസ്, തുഷാര മോഹൻ, പി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് നിയമസഹായ കേന്ദ്രം തുടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OV നാരായണൻ അനുസ്മരണ സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു. LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന മാർക്സിസ്റ്റ് ചിന്തകനും ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു OV നാരായണനെന്ന് EP ജയരാജൻ പറഞ്ഞു. OVയുടെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും അനുഭവങ്ങളും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെയധികം സഹായകരമായി. പക്ഷേ ആ വിധി നേരിട്ട് മനസ്സിലാക്കാൻ, കാണാൻ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമില്ല. അദ്ദേഹം 1-ാം തീയതി അന്തരിച്ചു. 2-ാം തീയതി നമ്മളെല്ലാം ഒത്തുചേർന്നു വൈകുന്നേരം മാടായി ഏരിയ കമ്മിറ്റി ഓഫീസായ എരിപുരം AKG മന്ദിരത്തിൽ OV നാരായണന്റെ ഫോട്ടോ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ അനാച്ഛാദനം ചെയ്തു. ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ പോലും എന്നും കലാകാരനും നമ്മുടെ ഈ മാടായി ഏരിയയിൽ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലാകെയും OVയുടെ സ്മരണ നിലനിൽക്കുമെന്ന കാര്യം നമുക്കറിയാം. ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK ശ്രീമതി, ജില്ലാ സെക്രട്ടറി TV രാജേഷ്, M വിജയൻ MLA, മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി V വിനോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, P ദാമോദരൻ, CM വേണുഗോപാൽ, T ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോഡരികിലെ കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞ് മരങ്ങൾ റോഡിലേക്ക് വീഴാനായ നിലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലാണ് അപകടാവസ്ഥയിലായ മരങ്ങളും ഇളകിയ നിലയിൽ മൺതിട്ടകളും ഉള്ളത്. കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ചെറുമരങ്ങളടക്കം കടപുഴകി വീഴാറായ നിലയിലുള്ളത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ, ദേശീയപാത എന്നിവിടങ്ങളിലേക്ക് കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. ഈ ഭാഗത്ത് എല്ലാ കാലവർഷ സമയത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കുന്നിൻ മുകളിൽ അപകട ഭീഷണി ഉയർത്തി മരങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവ ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ കുന്ന് കെട്ടി സംരക്ഷിക്കുകയും മഴക്കാലത്തിന് മുൻപ് തന്നെ ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പാർക്കിംഗ് ഫീസ് പിരിക്കുന്ന വനിതകൾക്ക് ദുരിതകാലം. പരിയാരം, കടന്നപ്പള്ളി, പാണപ്പുഴ, ചെറുതാഴം പഞ്ചായത്തുകളിൽ നിന്ന് 9 വീതം വനിതകളാണ് 2 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്നത്. ഇവർ മുഴുവൻ നേരവും വെയിലത്താണ് ഫീസ് പിരിവ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആവശ്യപ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷനാണ് പാർക്കിംഗ് ഫീസ് പിരിക്കാൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതകളെ നിയോഗിച്ചത്. പൊരിയുന്ന വേനലിലും കൊടും മഴയത്തും കുടമാത്രം ചൂടി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. തണലത്തു കയറി നിൽക്കാൻ സൗകര്യമൊരുക്കേണ്ടത് മെഡിക്കൽ കോളേജ് അധികൃതരാണ്. എന്നാൽ ഇതുവരെ അധികാരികൾ വനിതകളുടെ ദുരിതം കണ്ടഭാവം നടിക്കുന്നില്ല. അതിനുപോലും ഇവിടുത്തെ അധികാരികൾ നോക്കൂത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്കൊരു ഇരിക്കാനുള്ള സ്ഥലം കൂടി ഇവിടെ അനുവദിച്ച് കൊടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. ഉടനടി ആ കാര്യത്തിലും തീരുമാനമാക്കണം. ഇത്ര ഡിഗ്രി സെൽഷ്യസിലും ഈ ചൂടിൽ ആ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആ വിഷയത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സമരം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. പിരിച്ചെടുക്കുന്ന തുകയിൽ 60% വനിതകളുടെ വേതനമായും 40% ആശുപത്രി വികസന ഫണ്ടിലേക്കുമാണ് ലഭിക്കുന്നത്. പരിയാരം, കടന്നപ്പള്ളി, പാണപ്പുഴ, ചെറുതാഴം പഞ്ചായത്തുകളിൽ നിന്ന് 9 വീതം വനിതകളാണ് ജോലി ചെയ്യുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വനിതകൾക്ക് തണലൊരുക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു നൽകിയില്ലെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന K സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയപ്പെട്ടാണ് കോൺഗ്രസ് നേതൃത്വം സുധാകരന് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു നൽകിയതെന്ന് LDF കൺവീനർ EP ജയരാജൻ. പ്രസിഡന്റ് ആയില്ലെങ്കിൽ സുധാകരൻ BJPയിലേക്ക് പോകുമെന്നും EP പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു.
KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു നൽകിയില്ലെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന കെ സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയപ്പെട്ടാണ് കോൺഗ്രസ് നേതൃത്വം സുധാകരന് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു നൽകിയതെന്ന് LDF കൺവീനർ EP ജയരാജൻ. പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ലെങ്കിൽ സുധാകരൻ BJPയിലേക്ക് പോകുമെന്നും EP ജയരാജൻ പറഞ്ഞു. സുധാകരൻ പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ അയാൾ BJPയിലേക്ക് പോകും, ഒരു സംശയവുമില്ല. അത് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ വടക്കേ ഇന്ത്യയിലെ ഒട്ടനവധി നേതാക്കൾ, MLAമാർ, കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോവുകയാണ്. സുധാകരൻ അത് പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ അത് സമ്മതിച്ചതാണ്. അത്തരത്തിലുള്ളൊരു നേതാവ് ഇപ്പോൾ ഇടഞ്ഞു, എന്നെ പ്രസിഡൻ്റാക്കിയില്ലെങ്കിൽ ഞാനിപ്പം കടലിൽ ചാടും, ഭയന്ന് വിറച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം അയാളോട് പ്രസിഡൻ്റാവാൻ ചുമതല ഏൽപ്പിച്ചു എന്നാണ് കോൺഗ്രസ്സുകാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത്. BJPയിലേക്ക് ആളെ കൊടുക്കാതിരിക്കാൻ തൽക്കാലം സുധാകരനെ പ്രസിഡൻ്റാക്കിയെന്നാണ് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി വിദേശത്ത് പോയതിൽ തെറ്റില്ലെന്നും സദാസമയവും തന്റെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി റിസൾട്ട് വരാൻ കുറച്ച് സമയം കൂടിയുണ്ട്. കുറച്ച് ദിവസം പ്രത്യേകിച്ച് പരിപാടികൾക്ക് ഇളവുണ്ട്. ആ സമയം ഒരു 2 ദിവസമെങ്കിലും പോയി വിശ്രമിച്ചുകൂടെ? ആർക്കാ ഇതിനോടൊരു അസൂയ? ഇതിനൊരു മനുഷ്യത്വപരമായിട്ട് നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം നോക്ക്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യങ്ങൾ നോക്ക്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും വിദേശയാത്ര നടത്തുന്നതിനെ ഇവിടെ ആരും ചോദ്യം ചെയ്യാറില്ലെന്നും EP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മയിലിന്റെയും തത്തയുടെയും ആക്രമണം കൂടിയായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ KV രാജൻ എന്ന കർഷകൻ. 1 ക്വിന്റലിനടുത്ത് വിളവ് ലഭിക്കുമായിരുന്ന വൻപയർ കൃഷിയിൽ നിന്ന് ഇക്കുറി 1 കിലോ പയർ പോലും രാജന് ലഭിച്ചില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മയിലിന്റെയും തത്തയുടെയും ആക്രമണം കൂടിയായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ KV രാജൻ എന്ന കർഷകൻ. 1 ക്വിന്റലിനടുത്ത് വിളവ് ലഭിക്കുമായിരുന്ന വൻപയർ കൃഷിയിൽ നിന്ന് ഇക്കുറി 1 കിലോ പയർ പോലും രാജന് ലഭിച്ചില്ല. നെല്ലിനു ശേഷം വയലിൽ പച്ചക്കറി കൃഷിയും വലിയ നഷ്ടം തന്നെയായിരുന്നു. അതിനുശേഷമാണ് എല്ലാ വർഷത്തെയും പോലെ വൻപയർ വിത്തിട്ടത്. 30 സെന്റിൽ നിന്ന് 1 ക്വിന്റൽ വരെ മുൻവർഷങ്ങളിൽ കിട്ടിയിരുന്നുവെന്ന് രാജൻ പറയുന്നു. പയർ വർഷത്തിൽ ഞാൻ ഒരു 80 കിലോ 90 കിലോ കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം 1 കിലോ പോലും നമുക്ക് കിട്ടിയില്ല. അത്രയും ദയനീയ സ്ഥിതിയായി. കർഷകൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതിയാക്കി, ആരും പണിയെടുക്കുന്നില്ല, പണിയെടുക്കുന്നതിനോട്ട് കിട്ടുന്നില്ല. തത്ത വന്നിട്ട് തത്തേനെ പിടിച്ചാൽ 3 മാസം തടവും 6000 രൂപ 10,000 രൂപ പിഴയും. അതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ എങ്ങനെ കർഷകൻ എങ്ങനെ ജീവിക്കേണ്ടത്? മുൻവർഷത്തേക്കാൾ മയിലുകളും തത്തകളും വൻപയർ തിന്നാനെത്തിയപ്പോൾ ഇങ്ങനൊരു ദുരന്തം രാജൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നഷ്ടം മാത്രം കൊയ്യാൻ ഇങ്ങനെയൊരു കൃഷി ഇനി ചെയ്യുന്നില്ല എന്നാണ് ഈ കർഷകൻ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊടും വരൾച്ചയിലും ഗ്രാമീണ മേഖലയിൽ തെളിനീര് ചുരത്തിയിരുന്ന പൊതുകിണറുകൾ നാശത്തിന്റെ വക്കിൽ. ഒരു കാലത്ത് കുടിനീരായി ജനം ആശ്രയിച്ചിരുന്ന പൊതുകിണറുകളാണ് ഇന്ന് കുപ്പത്തൊട്ടിലുകളായി മാറിയിരിക്കുന്നത്. ഗ്രാമീണ ജനതയുടെ ദാഹമകറ്റിയിരുന്ന പൊതുകിണറുകൾ സംരക്ഷിക്കാൻ നാം ഇനിയും അമാന്തം കാണിച്ചുകൂടാ. 1964 കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഗ്രാമീണ മേഖലയിൽ ആദ്യമായി പൊതുകിണറുകൾ വരുന്നത്. അന്ന് നാമമാത്രമായ സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു കിണറുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ 1980 ആയപ്പോഴേക്കും പൊതുകിണർ നിർമ്മാണം വ്യാപകമായി. വരൾച്ചാ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഇതിനായി കോടികളാണ് ചിലവഴിച്ചത്. പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയിലും സ്വകാര്യ വ്യക്തികൾ ഇഷ്ടദാനമായി നൽകിയ വസ്തുവിലുമൊക്കെ പൊതുകിണറുകൾ ഇടം നേടി. വേനലിൽ ജലാശയങ്ങൾ വറ്റിവരണ്ടപ്പോഴും പൊതുകിണറുകൾ തെളിനീര് ചുരത്തി നാട്ടുകാരുടെ ദാഹമകറ്റി. എന്നാൽ ചില കിണറുകളൊക്കെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അധിക പൊതുകിണറുകളും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കക്കിരിയാട് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന ഉത്തരകേരള പൂരക്കളി മത്സരം മെയ് 11 ശനിയാഴ്ച നടക്കും. ടി മധുസൂദനൻ MLA പൂരക്കളി മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അത്യുത്തര കേരളത്തിലെ അനുഷ്ഠാന കലയായ പൂരക്കളിയെ പരിപോഷിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടി സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, നെല്ലിക്കൽ തുരുത്തി കഴകം, നീലമംഗലം പൂരക്കളി സംഘം, തുരുത്തി പേക്കടം കുറുവാപ്പള്ളി അറ പൂരക്കളി സംഘം, മൈച്ച വയൽക്കര ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, കൊഴുമൽ മാക്കിൽ മുണ്ടേക്കാവ് പൂരക്കളി സംഘം, നാർക്കൽ പൂവത്തിൻകീഴിൽ നീലയറ ഭഗവതി ക്ഷേത്രം എന്നീ പൂരക്കളി ടീമുകൾ പങ്കെടുക്കും. മെയ് 11 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പൂരക്കളി മത്സരം ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് പഴയകാല പൂരക്കളി കലാകാരന്മാരെ ആദരിക്കും. പൂരക്കളി മത്സരത്തിന് മുന്നോടിയായി ഇടയിലക്കാട് ഉജ്ജ്വല വനിതാവേദിയുടെ വനിതാ പൂരക്കളി പ്രദർശനം നടക്കും. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ C രവീന്ദ്രൻ, T തമ്പാൻ, K സതീശൻ, K മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇപ്പോൾ ചക്കയുടെയും കശുവണ്ടിയുടെയും കാലമാണ്. ഇവ ഉപയോഗിച്ചുള്ള 60ഓളം വിഭവങ്ങളുടെ പാചകക്കുറിപ്പുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് പെരളം കൊഴുമലിലെ AV നാരായണൻ. വിസ്മൃതിയിലാകുന്ന നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നാരായണന്റെ ലക്ഷ്യം. വെറുതെ കളയുന്ന കശുമാങ്ങയിൽ നിന്നും എന്തെല്ലാം തയ്യാറാക്കാമോ അതെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ് പെരളം കൊഴുമലിലെ AV നാരായണൻ. കശുമാങ്ങ ബോണ്ട, കശുമാങ്ങ അട, കശുമാങ്ങ വട, കശുമാങ്ങ പൊരിച്ചത് എന്നിങ്ങനെ പോകുന്നു വിഭവങ്ങൾ. നാട്ടുനന്മയുടെ രുചിക്കൂട്ട് പുതുതലമുറയ്ക്ക് കൈമാറുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ചക്ക ഒരുക്കിയെടുക്കാൻ മടിയായതുകൊണ്ട് പലരും വെറുതെ കളയുകയാണ് പതിവ്. ഒന്ന് മനസ്സുവെച്ചാൽ ഇതിൽ നിന്നും ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കാമെന്ന് നാരായണൻ പറയുന്നു. നമ്മുടെ കശുമാങ്ങ ഏകദേശം 10-26ഓളം വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇതെന്തെല്ലാം തരത്തിലുള്ളത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. രാസവസ്തുക്കളൊന്നും കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമില്ല. അത് ഞാൻ ഉണ്ടാക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. ഇത് കേരള കാർഷിക സർവകലാശാല കശുമാവ് ഗവേഷണ കേന്ദ്രം കൂടി അംഗീകരിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് അവിടെ പോയി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചക്കകൾ കൊണ്ട് ചെറിയ പൂല് മുതൽ ചക്ക പഴുത്തതിന് ശേഷം വരെയുള്ള ഒന്നും നമുക്ക് വേസ്റ്റാക്കാനില്ല. എല്ലാം നല്ല വൃത്തിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ഇന്ന് ഈ ആശുപത്രികളുടെയും മറ്റ് രാസവസ്തുക്കളും മരുന്ന് വിൽപ്പനക്കാരുടെയും കടന്നുകയറ്റം ഒഴിവാക്കാൻ ഈ 2 സാധനങ്ങൾ, ഈ 2 പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയും. ചക്കച്ചമണി ഉപ്പിലിട്ടത്, ചക്കമടൽ പുളിശ്ശേരി, ചക്കപ്പപ്പടം, ചക്ക ഉണ്ണിയപ്പം, ചക്കച്ചുള അച്ചാർ, ഉപ്പേരി, മൊളീഷ്യം, ചക്കക്കുരു ബോണ്ട, ചക്കക്കുരു ചമ്മന്തി, ഇങ്ങനെ പോകുന്നു ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. ചിലവില്ലാതെയാണ് ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോറോം മുക്കോത്തടം ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവം ഇന്നും നാളെയുമായി നടക്കുന്നു. 13 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒറ്റക്കോലം നടക്കുന്നത്. കോറോം മുച്ചിലോട്ടുകാവിന് ചേർന്ന് നിൽക്കുന്നതാണ് മുക്കോത്തടം ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം കഴിഞ്ഞാൽ ഇവിടെ നരഹരി ഭഗവാന്റെ മേലേരി കയ്യേൽക്കൽ നടത്തണം എന്നാണ് പൂർവിക വിധി. കഴിഞ്ഞ വർഷമാണ് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടന്നത്. പനയന്തട്ട കൊടക്കൽ കോയ്മമാരുടെയും കണ്ടോത്ത ശ്രീ കോർബ ഭഗവതി ക്ഷേത്രവും മുച്ചിലോട്ടുകാവും ചേർന്നുള്ള നാട്ടുകൂട്ടായ്മയാണ് ഈ ഒറ്റക്കോലം നടത്തുന്നത്. നിരവധി പ്രത്യേകതകളുണ്ട് ഈ ഒറ്റക്കോല മഹോത്സവത്തിന്. നോറ്റിരിക്കുന്നത് കോയ്മത്തറവാട്ടിൽ നിന്നും ആയുധങ്ങൾ മുച്ചിലോട്ടുകാവിലേതും മേലേരി ഒരുക്കുന്നത് കണ്ടോത്ത ശ്രീ കോർബ ഭഗവതി ക്ഷേത്ര ബാല്യക്കാരുമാണ്. ഇന്ന് രാവിലെ കോറോം പെരുന്തണ്ണിയൂർ അമ്പലത്തിൽ നിന്ന് കലശം കുളിച്ചെത്തിയവരാണ് മേലേരി ഒരുക്കിയത്. മേലേരിക്ക് അഗ്നിപകരൽ ഇന്നുച്ചയ്ക്ക് നടന്നു. തുടർന്ന് ഉച്ചത്തോറ്റവും നടന്നു. ഇന്ന് രാത്രി 9 മണിക്ക് അന്തിത്തോറ്റവും പുലർച്ചെ അഗ്നിപ്രവേശനവും നടക്കും. കോറോം മുച്ചിലോട്ടും ഇതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. പ്രശസ്ത യുവ തെയ്യം കലാകാരൻ അജിൻ സുരേഷാണ് കോലധാരി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി എസ്റ്റേറ്റിലെ ജ്യൂസ് സ്റ്റാളിന് പ്രിയമേറുന്നു. ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ കശുമാങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പാനീയങ്ങളാണ്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിലാണ് കശുമാങ്ങ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത്.
35 രൂപയാണ് ഇതിന്റെ വില. വീര്യം കുറച്ചും വിറ്റാമിൻ്റെ അളവ് കൂട്ടിയും കശുമാങ്ങ സിറപ്പും ഉണ്ട്. കശുമാങ്ങയിൽ അരുചിക്ക് കാരണമായ കറ മാറ്റിയെടുത്ത് മെഷീനിൽ പിഴിഞ്ഞ പഴച്ചാർ ശേഖരിച്ച കഞ്ഞിവെള്ളമോ ചവ്വരിയോ ഒഴിച്ച് കുറുക്കിയുമാണ് ചവർപ്പ് മാറ്റുന്നത്. വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന പാനീയം എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചക്കേൻ്റെ ഏറ്റവും കൂടി ശ്രദ്ധേറിയ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചക്ക പഴുത്ത ചക്കേനെ കൊണ്ടുള്ള ജ്യൂസാണ്. അത് നല്ല ഈ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിലവ് കൂടിയ സാധനങ്ങളുമാണ്. ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടായി. അതിപ്പോഴും ഉൽപ്പന്നം കുറഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ ജ്യൂസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. എന്നാലും അതുകൊണ്ട് അതുപോലെ തന്നെ കറുകപ്പട്ടൻ്റെ തൈലം, അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ വെള്ളം വെച്ച് കുടിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മാങ്ങേൻ്റെ അച്ചാറ്, അതുപോലെ തന്നെ പറങ്കീൻ്റെ ഉപ്പിലിട്ട് അത്, അങ്ങനെ വ്യത്യസ്തമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ പ്ലാന്റേഷനിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പഴുത്ത ചക്ക, പച്ചച്ചക്ക, ഇത് ഇഷ്ടംപോലെ ചിലവിലെ സാധനങ്ങളാണ്. ഈ സാധനങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കശുമാങ്ങയിൽ നിന്ന് ഈ വിധത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത സോഡയും വിൽപ്പനയ്ക്കുണ്ട്. നന്നാരി സ്ക്വാഷ്, പച്ചമാങ്ങ സ്ക്വാഷ് എന്നിങ്ങനെ പോകുന്നു സ്ക്വാഷ് നിര. മായം ചേർക്കാത്ത ഉൽപ്പന്നമായതുകൊണ്ട് ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരുപാട് ദൂരത്തു നിന്ന് വന്നിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് പോകുന്നത്. പിന്നെ ജ്യൂസ് കുടിക്കാനും, പിന്നെ ഉത്സവം കൂടിയ സമയത്തായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാതെ തിരക്കാണുള്ളത്. എല്ലാം ഉണ്ട്. മാങ്ങാച്ചാറ് എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഈ വഴി പോകുന്നവർ ചീമേനി എസ്റ്റേറ്റിലെ ജ്യൂസ് സ്റ്റോളിൽ കയറാതിരിക്കില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നൂർ ശ്രീ തലയന്നേരി പൂമാലക്കാവ് ദേവസ്വം ഭൂമിയിൽ നിറകതിരിനായി വിത്തിടൽ കർമ്മം നടത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കാർഷിക വൃത്തി അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വരുന്ന നിറയുത്സവത്തിനായുള്ള കതിർകറ്റകൾക്കായി അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നൂർ ശ്രീ തലയന്നേരി പൂമാലക്കാവ് ദേവസ്വം ഭൂമിയിൽ നിറകതിരിനായി വിത്തിടൽ കർമ്മം നടത്തി. അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് അന്തിതിരിയൻ മുണ്ടയാട്ട് കുഞ്ഞിരാമൻ വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആ നിറയുത്സവം എന്ന് പറയുന്നത് നമ്മുടെ സമൃദ്ധി, വയലിൽ വിളഞ്ഞ സമൃദ്ധി ആദ്യമായിട്ട് നല്ല മുഹൂർത്തത്തിൽ വീടുകളിലേക്ക് എത്തിക്കുന്നൊരു വലിയൊരു ഉത്സവമാണ് പഴയകാലത്തെ കാർഷിക നിറയുത്സവം എന്ന് പറയുന്നത്. ആ ഉത്സവത്തിൽ ഇപ്പോൾ പുതിയ കാലത്ത് കൃഷി എല്ലാവരും അവസാനിപ്പിച്ച ഒരു കാലത്ത്, കൃഷിക്ക് വേണ്ടത്ര പ്രാധാന്യം കുറഞ്ഞ കാലത്ത് ഇപ്പോഴേ നിറക്ക് വേണ്ടി കതിര് ഇല്ലാത്തൊരു അവസ്ഥ. കഴിഞ്ഞ തവണ പാലക്കാട് നിന്നൊക്കെ കതിര് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ രീതി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ള ഭൂമിയിൽ തലയന്നേരി ശ്രീ പൂമാല ഭഗവതിക്കാവ് ദേവസ്വത്തിൻ്റെ ഭൂമിയിൽ അന്നൂരമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ വിത്തിടാൻ വേണ്ടി ഒരുപാട് നേരത്തെ തീരുമാനിച്ചാണ്. VK സജിത്ത് അധ്യക്ഷത വഹിച്ചു. AP സോമസുന്ദർ, VM രാജീവൻ മാസ്റ്റർ, PM ബാലകൃഷ്ണൻ, KU ദാമോദര പൊതുവാൾ, P പത്മനാഭൻ, P വിജയൻ മാസ്റ്റർ, PP കൃഷ്ണൻ, KK അശോക് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പേരൂൽ UP സ്കൂളിൽ നിന്നും LSS USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ മാതമംഗലം കൂട്ടായ്മ അനുമോദിച്ചു. മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി സുഭദ്ര ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ LSS USS പരീക്ഷകളിൽ മികച്ച വിജയം നേടി നാടിന്റെ അഭിമാനമായ പേരൂൽ UP സ്കൂളിലെ കുട്ടികളെ സന്നദ്ധ പ്രവർത്തന സംഘടനയായ മാതമംഗലം കൂട്ടായ്മ അനുമോദിച്ചു. സ്കൂളിൽ നടന്ന അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി സുഭദ്ര നിർവഹിച്ചു. അവരെ അറിയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ സ്കൂൾ തുറക്കാൻ നിന്ന് അത് ചിലപ്പോൾ വൈകിപ്പോയാൽ ആ കുട്ടികൾക്ക് സമയത്ത് കിട്ടേണ്ട ഒരു അഭിനന്ദനം വൈകാതെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തതിന് സ്കൂളിനോടും ഈ ഒരു മാതമംഗലം കൂട്ടായ്മയോടും അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയായി. കുട്ടികൾക്ക് അവരറിയുന്നുണ്ടോയെന്നറിയില്ല, LSS USS നേടുക എന്നൊക്കെ പറയുമ്പം അവർ ആ ഒരു പ്രായത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത്.
മാതമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് TV നിഷ, PTA പ്രസിഡന്റ് MI നാരായണൻ, മാധ്യമപ്രവർത്തകൻ കുന്നുമ്മൽ രാജൻ, മദർ PTA പ്രസിഡന്റ് VK ശ്രീകുട്ടി, സ്റ്റാഫ് പ്രതിനിധി മോഹനൻ മാവില, കുമാരി അനുഷ്ക ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പേരൂൽ UP സ്കൂളിൽ നിന്നും LSS, USS പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ആദ്യം അനുമോദനം നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ 2023-24 അക്കാദമിക വർഷത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. 78.69% 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OV നാരായണൻ അനുസ്മരണ സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു. LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. റോഡരികിലെ കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞ് മരങ്ങൾ റോഡിലേക്ക് വീഴാനായ നിലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. കടന്നപ്പള്ളി പുത്തൂർ കുന്നിലാണ് അപകടാവസ്ഥയിലായ മരങ്ങളും ഇളകിയ നിലയിൽ മൺതിട്ടയുമുള്ളത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.